ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും പിന്നെ ഇനി ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ സ്നാക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അര കപ്പ് ജീരകശാല റൈസ്, നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന അരി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 2-3 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കുക. അപ്പോൾ ഈ ഒരു ജീരകശാല റൈസിന് പകരം നമുക്ക് പച്ചരിയും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു നെയ്ച്ചോറ് വെക്കുന്ന ഈ അരി യൂസ് ചെയ്യുമ്പോഴായിരിക്കും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ പച്ചരി വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ അര കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ടത് 2-3 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരാം. കഴുകിയെടുത്ത ശേഷം പിന്നെ നമുക്കിതിന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അര കപ്പല്ല നമ്മൾ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മുഴുവനായിട്ട് ഇട്ടിട്ട് അരച്ചെടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് അതേ അരക്കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. അര കപ്പ് അരിക്ക് 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾ അരിയുടെ അളവ് കൂട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് ചോറിൻ്റെ അളവും കൂട്ടുക. പിന്നെ ഇതിലോട്ട് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അതൊന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്കിതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് സവാളയാണ്. സവാളക്ക് പകരം ചെറിയുള്ളി ചേർക്കുകയാണെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. വലിയ സവാള ആണെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗം മതി, ചെറുതാണെങ്കിൽ നേർപകുതി ചേർത്ത് കൊടുക്കാം. പിന്നെ കൂടി തന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് സാദാ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. 1 കപ്പ് വരെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബാറ്റർ അത്യാവശ്യം ലൂസായിട്ടാണ് വേണ്ടത്. അധികം ലൂസല്ല, എന്നാൽ അധികം കട്ടിയുമല്ല, അങ്ങനെ ഒരു രീതിയിലാണ് വേണ്ടത്. നമുക്കിത് നല്ല ഫൈനായിട്ട് തരിതരിപ്പൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം പിന്നെ ഞാനൊരു 1/4 കപ്പോളം ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം. പിന്നെ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചെമ്മീൻ നന്നായിട്ട് വേവിച്ച് ഫ്രൈ ആക്കി നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ അതേ പാനിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ തന്നെയാണ് സവാള വഴറ്റിയിട്ട് മസാല റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടി തന്നെ 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ശേഷം നമുക്ക് മീഡിയം സൈസുള്ള 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാള നന്നായിട്ട് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നും ഈ ഒരു മസാലയിൽ ഞാൻ ചേർക്കുന്നില്ല. ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് ഞാൻ സവാള വഴറ്റിയെടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് എക്സ്ട്രാ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സെറ്റാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഏതെങ്കിലും പാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലുള്ള സോസ് പാൻ എടുക്കാം. അതും അല്ലെങ്കിൽ നമുക്കിത് കുക്കറിലും ചെയ്തെടുക്കാം. കുക്കറിൽ അതിൻ്റെ വിസിൽ ഊരിയിട്ടിട്ട് നമുക്ക് അതിലും ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് ഈ പാത്രത്തിൻ്റെ എല്ലാ വശത്തുമായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരിയും ചോറും തേങ്ങയൊക്കെ കൂടി അരച്ചിട്ടുള്ള ആ മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ മസാല എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കായി വന്ന ശേഷം വേറൊരു പാനിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ മുകൾ വശം ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കാം. ഓപ്ഷനിലാണ്, അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട, നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്.
ഇതിൻ്റെ അടിവശമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കൽത്തപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുവരെ ഇതൊന്ന് കഴിച്ചിട്ടില്ലാത്തവരും ട്രൈ ചെയ്തിട്ടില്ലാത്തവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒന്നും സൈഡ് ഡിഷായിട്ടൊന്നും വേണമെന്നില്ല, അല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ചാനലിലും ഇൻസ്റ്റയിലൊക്കെ മറ്റ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.